അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരുന്നു. ശ്രീ അനിൽകുമാർ, ഇതാ ദേവസ്വം ബോർഡിന്റെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഈ വാജി വാഹനം പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നയിച്ച അന്നത്തെ UDF ഭരണസമിതി തന്ത്രിക്ക് കൈമാറിയതെന്ന് വ്യക്തമാകുന്ന രേഖകളാണിപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. പോറ്റിയെ കേറ്റിയ പാട്ട് മാറ്റി എഴുതേണ്ടി വരികയാണോ ശ്രീ അനിൽകുമാർ? ശ്രീ രാജഗോപാൽ സാറ് ചെയർമാനായിരുന്ന ഭരണസമിതി കൃത്യമായ ഉത്തരവിറക്കിയിട്ടുണ്ട്. ശബരിമലയിലെ എന്തെങ്കിലും നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പഴയ എല്ലാ ജംഗമങ്ങളും അത് ദേവന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെട്ടതാകയാൽ അത് മറുപാട് ചെയ്യുന്നതിന്, പുറത്തു കൊണ്ടുപോകുന്നതിന്, വ്യക്തികൾ സ്വന്തമാക്കുന്നതിന്, തന്ത്രി അടക്കമുള്ളവർ കൊണ്ടുപോകുന്നതിന് അനുവാദമുള്ളതല്ല. അത്തരം ഉത്തരവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ട് ഇപ്രകാരം അത് കൈമാറുന്നൊരു പ്രക്രിയയ്ക്ക് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നേതൃത്വം കൊടുത്തത് നിയമവിരുദ്ധമാണ്. ഇവിടെ മാനുവൽ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പല കേസിനകത്ത് ഇപ്പോൾ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ SIT നടത്തുന്നതെങ്കിൽ പ്രകടമായി മാനുവലിനകത്ത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യം, തൊട്ടു മുമ്പുള്ള ശ്രീ രാജഗോപാലിന്റെ ബോർഡ് ചെയ്ത കാര്യം, അതൊക്കെ അവിടെ കിടക്കും. ഞങ്ങൾക്കത് ബാധകമല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാജി വാഹനം കൊണ്ടുപോയി ശബരിമലയിലെ കൊടിമരത്തിന് മേലെ ഇരുന്ന വാഹനമാണ് എന്ന് പറഞ്ഞ് തന്ത്രിക്ക് ആത്മീയ വ്യാപാരം നടത്താൻ കോടികൾ കൈപ്പറ്റിക്കൊണ്ടാണ് UDF ചെയ്തത്. തന്ത്രിക്ക് ഇത് കൈമാറുമ്പോൾ എന്ത് കിട്ടി? പ്രയാർ ഗോപാലകൃഷ്ണന് എന്ത് കിട്ടി? ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് മറ്റുള്ള UDF നേതാക്കന്മാർക്ക് തന്ത്രിയുടെ പക്കൽ നിന്നുള്ള പണം വാങ്ങിക്കാണും ഈ ആത്മീയ വ്യാപാരം നടത്താൻ. ഇതുകൂടിയാണ് നാം തിരിച്ചറിയുന്നത്, ഇതുകൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വ്യാപാരം ഏതറ്റത്തിലേക്ക്, ഏത് ഘട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ പുരാവസ്തുക്കളെ എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നതിന്റെ ഉത്തരം ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമാണ്. സോണിയാഗാന്ധി കുറ്റവാളിയാണ് എന്നൊരു അഭിപ്രായമൊന്നും രേഖപ്പെടുത്തേണ്ട സമയമായിട്ടില്ല. പക്ഷെ സംശയത്തിലാണ്. അവരുടെ ബന്ധുക്കളുടെ വ്യാപാരങ്ങളടക്കം പല